എന്റെ പ്രിയപ്പെട്ട യുവത്വേ, ആത്മാർത്ഥമായിട്ട് നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാൻ കഴിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് പൊന്നുമോനെ നിന്റെ ജീവനക്കാലം നീ സ്നേഹിക്കുന്നു എന്ന് നിനക്ക് പറയാൻ കഴിയുമോ? സ്നേഹമെന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള സ്നേഹമെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ മഹാനായ സൗബാ റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു പോവുകയാ. ആ കാഴ്ച കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സൗബാനേ നീ വല്ലാത്ത സുന്ദരനായിരുന്നല്ലോ. കാണാൻ അഴകുള്ള ചെറുപ്പക്കാരൻ സൗബാ റളിയല്ലാഹു തആല അൻഹു കാണാൻ വല്ലാത്ത അഴകുള്ള സഹാബിയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിനക്കെന്തേ പറ്റിയത്? നിനക്കെന്തേ പറ്റിയത്? നിന്റെ ശരീരം മുഴുവനും കറുത്തിരിക്കുകയാ. സൗബാ റളിയല്ലാഹു തആല അൻഹു ആ വെളുത്ത ചെറുപ്പക്കാരന്റെ ശരീരം മുഴുവനും കരിനീലിച്ചു കിടക്കുകയാ. അല്ലാഹുവേ, വല്ലാത്തൊരവസ്ഥയിൽ അല്ലാഹുവിന്റെ റസൂൽ കണ്ടപ്പോ പ്രവാചകൻ അവിടെ നിന്ന് ചോദിച്ചു, സൗബാരേ എന്താണ് നിനക്ക് സംഭവിച്ചത്? എന്തേ നിനക്ക് രോഗമാണോ? നിനക്കെന്ത് ഇത്ര പ്രയാസമുള്ളത്? നിന്റെ ശരീരം മുഴുവനും കറുത്തു പോകാനുള്ള കാരണമെന്താ? ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകരോട് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എനിക്കൊരസുഖവുമില്ല നബിയേ, എനിക്കൊരസുഖവുമില്ല നബിയേ, പക്ഷേ ഒരു പ്രയാസമുണ്ട് നബിയേ. ചിന്തിച്ച് ചിന്തിച്ച് എന്റെ ശരീരത്തിന്റെ തുളികൾ മുഴുവനും കറുത്തുപോയി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ, എന്താണ് നിന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച? നിന്റെ ശരീരം കറുപ്പിച്ച് കളഞ്ഞ, നിന്റെ ശരീരം കറുപ്പിച്ച് കളഞ്ഞ, നിന്നെ വല്ലാതെ തളർത്തിക്കളഞ്ഞ നിന്റെ മനസ്സിന്റെ ഉള്ളിലെ പ്രയാസം എന്താണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുമ്പോ മഹാനായ സൗബാ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എപ്പോഴും നിങ്ങളെ കാണാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ലല്ലോ. എപ്പോഴും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമാരബിയേ. നിങ്ങളെ കാണാതെ വരുമ്പോ എന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു നബിയേ. നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ അവിടെ വെച്ച് അങ്ങ് എനിക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ, നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ അങ്ങ് എനിക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ, അല്ലാഹുവേ ഇത് ഓർത്തിട്ടാൽ എന്റെ ശരീരം മുഴുവനും കറുത്തുപോയതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകരോട് കാണാൻ അഴകുള്ള യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ സൗബാനെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ, എന്റെ പ്രിയമുള്ളവരെ, റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ നെറ്റിത്തടം വിയർക്കുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നടന്നു പോകുന്ന സൗബാ റളിയല്ലാഹു തആല അൻഹു ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് അവിടെ ഒരായത്തൂടി കൊടുക്കുകയാണ്. വമയ്യുതഅല്ലാഹു വറസൂല ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടുമുട്ടുമോ? ആ പ്രവാചകന്റെ കൂടെ നടക്കാൻ കഴിയുമോ? ആ പ്രവാചകൻ കിടക്കുന്ന സ്വർഗത്തിൽ കിടക്കാൻ കഴിയുമോ? വേദനയോടെ കരഞ്ഞ് കരഞ്ഞ് ശരീരം മുഴുവനും കറുത്തുപോയ സഹാബിയെ അല്ലാഹുവിന്റെ റസൂല് വിളിച്ച്, സൗബാരേ നീ കരയണ്ട സൗബാരേ, നീ കരയണ്ട സൗബാരേ, നാളെ നീ സ്നേഹിച്ചവരുടെ കൂടെ നാളെ സ്വർഗത്തിലും നീ ഒരുമിച്ചാ. പ്രവാചകനോടുള്ള മഹബത്ത് കാരണം റസൂലുള്ളാഹിന്റെ ആയുസ് മുഴുവനും കണ്ടുകൊണ്ടിരിക്കാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ കാണാൻ കഴിയാത്തത് കാരണം പേടിച്ച് കരഞ്ഞ് കരഞ്ഞ് ശരീരം മുഴുവനും കറുത്തുപോയ ഒരു സഹാബിയുടെ ചരിത്രം നിനക്ക് ഓർമ്മയില്ലേ ചെറുപ്പക്കാരാ? ഈ സ്നേഹം നമ്മളിൽ ആർക്കാ ഉള്ളത്? അത് പറയുന്നവനും അല്ലാഹുവേ റസൂലുള്ളാഹിനെ കുറിച്ച് വല്ലാതെ പറയുന്നവരാ. ഇരിക്കുന്ന ഉസ്താദന്മാര്, ഇരിക്കുന്ന ഓരോ മുസ്ലിമും പറയും, എനിക്ക് റസൂലുള്ള എന്ന് പറഞ്ഞാൽ ജീവൻ
മുഴുവനാണ് എന്റെ കരളിന്റെ കഷ്ടമാണെന്ന് പറയുന്നവരാ. പക്ഷേ ആ പ്രവാചകനോട് നമുക്ക് എന്തെങ്കിലും മഹബത്തുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം കാരണം, നിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള സ്നേഹം കാരണം നിനക്ക് സ്വർഗ്ഗം കിട്ടുമെന്ന് പറയാൻ കഴിയുമോ? എന്റെ പ്രിയമുള്ള പെങ്ങള്, റബീഉൽ അവ്വലിന്റെ 1 മുതൽ 12 വരെ മൗലിദ് ഓതിയാ പോരാ. വർഷത്തില് പടച്ചവനെ 12 ദിവസം ആഘോഷിക്കാനുള്ള ഒരു ദിവസമല്ല. ജീവിതകാലം മുഴുവനും റസൂലുള്ളാഹിനെ സ്നേഹിക്കണം പൊന്നുമോളെ. ജീവിതകാലം മുഴുവനും അല്ലാഹുവിന്റെ റസൂലിനെ നിന്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കണം. നിന്റെ വാപ്പയെക്കാല്, നിന്റെ ഉമ്മയെക്കാല്, നിന്റെ മക്കളെക്കാല്, നിന്റെ ഭർത്താവിനെക്കാല്, നിന്റെ മാതാപിതാക്കളെക്കാല്, എന്തിന് പെണ്ണ് നിന്റെ ജീവനെക്കാല്. നീ എപ്പോഴാണോ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നത്, അപ്പോഴാണ് നീ യഥാർത്ഥ വിശ്വാസിയാകത്തുള്ളെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ ചരിത്രം കേൾക്കുമ്പോൾ രോമങ്ങൾക്ക് വല്ലാത്ത രോമാഞ്ചമാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, അല്ലാഹുവിന്റെ പ്രവാചകനോട് വല്ലാത്ത ഒരു മഹബത്തുണ്ടാകണം. പടച്ചവനെ തൂക്കുകയറിന്റെ മുന്നിലേക്ക് കയറി നിൽക്കുമ്പോ പടച്ചവനെ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായതിന്റെ പേരില് പടച്ചവനെ തൂക്കുകയറിന്റെ മുകളിലേക്ക് കയറ്റി നിർത്തിയിരിക്കുകയാ. ആ സമയത്ത് ശത്രുക്കൾ ഹുബൈബിനോട് ചോദിച്ചു, ഹുബൈബേ, നീ ഞങ്ങളുടെ കൂടെ നടന്നവനാടാ ഹുബൈബ്, നീ എത്ര സുന്ദരനാടാ, നിന്നെ കൊല്ലാൻ മനസ്സനുവദിക്കുന്നില്ല ഹുബൈബ്. എടാ, അല്ലാഹുവിന്റെ റസൂലിനെ കുറ്റം പറഞ്ഞിട്ട് ഇറങ്ങി വന്ന നിനക്ക് സുന്ദരികളായ പെണ്ണുങ്ങളെ തരാമടോ, നിനക്ക് അധികാരം തരാമടോ. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാ മതി ഹുബൈബ്. ഹുബൈബ് എന്ന ചെറുപ്പക്കാരനോട് അല്ലാഹുവേ ശത്രുക്കള് പറഞ്ഞപ്പോ എന്തേ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവേ തൂക്കുകയറെടുത്ത് കഴുത്തിലിട്ടിട്ട് ഹുബൈബ് എന്ന ചെറുപ്പക്കാരൻ പറഞ്ഞടാ, ഞാനില്ലാത്ത സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലിലൊരു മുള്ളു കൊള്ളുന്നത് പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല. സ്നേഹമെന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനെ കാണണമെന്നില്ല, പ്രവാചകനെ കാണണമെന്നില്ല. കാണാതെ എത്രയോ പേര് സ്നേഹിച്ചല്ലോ, അല്ലാഹുവിന്റെ റസൂലിനെ കാണാതെ എത്രയോ പേര് സ്നേഹിച്ചല്ലോ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഉവൈസുൽ ഖർണിയെ മറക്കാൻ കഴിയുമോ പൊന്നുമോന്? ഉവൈസുൽ ഖർണി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. മോനെ, റസൂലുള്ളാഹിനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു, അല്ലാഹുവിന്റെ റസൂലിനോട് വല്ലാത്ത മഹബത്തായിരുന്നു. പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല, അല്ലാഹുവിന്റെ റസൂലിനെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ പ്രവാചകനെ കാണാൻ കഴിയാത്തതിന്റെ കാരണം എന്തെന്നറിയുമോ? ഒരു പ്രിയപ്പെട്ട ഉമ്മയുണ്ടായിരുന്നു, പഠിച്ചവനെ രോഗം പിടിച്ച് വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുന്ന ഉമ്മയുണ്ടായിരുന്നു. റസൂലുള്ളാഹിനെ കാണാൻ പോകുമ്പോ തന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ നോക്കാൻ, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ, അവരെ കുളിപ്പിക്കാൻ, അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ മറ്റാരുമില്ലാത്തത് കാരണം, ഉമ്മയോടുള്ള സ്നേഹം കാരണം, ഉമ്മയോടുള്ള ബാധ്യത കാരണം അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ ഓരോ ദിവസവും പട്ടണത്തിലേക്ക് ഓടി വന്നിട്ട് പടച്ചവനെ ആ ചെറുപ്പക്കാരൻ ചോദിക്കും, മദീനയിൽ പോയ ആരെങ്കിലും ഉണ്ടോ? അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട ആരെങ്കിലും ഉണ്ടോ? മദീനയിൽ നിന്ന് വരുന്ന മനുഷ്യന്റെ മുന്നിലേക്ക് ഓടി ചെന്നിട്ട് 2 കണ്ണുകൾക്കിടയിൽ ചുംബിക്കുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട കണ്ണുകളാണല്ലോ, അല്ലാഹുവേ നെറ്റിത്തടത്തിൽ ചുംബിക്കുമായിരുന്നു. എന്റെ പ്രിയമുള്ളവര്, ഏതോ ഒരു യാത്രക്കാര് പറയുകയാണ്, അതാ ചെറുപ്പക്കാരനോട് യാത്രക്കാര് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഒരു പല്ല് പോയി, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു പല്ല് പോയി. കേൾക്കേണ്ട താമസം പടച്ചവരെ തളർന്നു വീഴുകയാ, കരഞ്ഞ് തളർന്നു വീഴുകയാ. അവസാനം ബോധം തിരിച്ചു വന്നപ്പോ ആ ആൾക്കാര് മുഴുവനും പോയി കഴിഞ്ഞു. ഏത് പല്ലാണ് പോയതെന്ന് പറഞ്ഞില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ പല്ല് പോയെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഏത് പല്ലാണ് പോയതെന്ന് പറഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു പല്ല് പോയാ എനിക്ക്
എനിക്കിനി പല്ല് വേണ്ടെന്ന് പറഞ്ഞ് താഴെ കിടന്ന് കല്ലെടുത്തിട്ട് തന്റെ വായ്ക്കകത്തുള്ള സർവ്വ പല്ലുകളും ഇടിച്ചു പൊട്ടിച്ചു കളഞ്ഞ അല്ലാഹുവേ, പടച്ചവനെ, സ്നേഹമെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു പല്ല് പോയെങ്കിൽ എനിക്കിനി പല്ല് വേണ്ടെന്ന് പറഞ്ഞ് ചെറുപ്പക്കാരൻ തന്റെ വായ്ക്കകത്തുള്ള പല്ല് മുഴുവനും ഇടിച്ചു പൊട്ടിച്ച് കളഞ്ഞെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലിനോടൊരു മഹബത്ത് വേണ്ടി ഓരോ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോഴും വെറുതെ തള്ളി നീക്കിയാ പോരാ, വെറുതെ തള്ളി നീക്കിയാ പോരാ. സ്നേഹമെന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന് നമ്മളോട് വല്ലാത്ത സ്നേഹമാ. ഈ പടച്ചവനെ ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയ നമ്മളോട് പ്രവാചകന് വല്ലാത്ത മഹബത്താ. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദ് നബവിയിൽ ഇരുന്നിട്ട് അവിടെന്ന് പറഞ്ഞു, സഹാബാ, എന്റെ സഹോദരങ്ങളെ എന്നാണ് ഞാൻ കാണുന്നത്? എന്റെ സഹോദരങ്ങളെ ഞാൻ എന്നാണ് കാണുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങളല്ലേ നബിയേ? അങ്ങയുടെ സഹോദരങ്ങളെ ഞങ്ങളല്ലേ നബിയേ? തന്റെ കണ്ണിന്റെ മുന്നിലിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, പടച്ചവനെ, ഉസ്മാൻ തങ്ങൾ, അലിയാർ തങ്ങൾ, സഹാബത്ത് മുന്നിലിരുന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞങ്ങളല്ലേ നബിയേ? അങ്ങയുടെ സഹോദരങ്ങളെ ഞങ്ങളല്ലേ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ എന്റെ സഹോദരങ്ങളല്ല, നിങ്ങൾ എന്റെ അനുചരന്മാരാണ്, നിങ്ങൾ എന്റെ അനുചരന്മാരാണ്. എന്റെ സഹോദരങ്ങൾ ആരെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, എന്റെ സഹോദരങ്ങൾ ആരെന്നറിയുവോ? ഒരു സമുദായം വരാനുണ്ട്, ഒരു സമുദായം വരാനുണ്ട്. അവരെന്നെ കണ്ടിട്ടില്ല, അവരെന്നെ കണ്ടിട്ടില്ല. പക്ഷേ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ജീവൻ ഞാനാ. അവരുടെ ഏറ്റവും വലിയ പടച്ചവനെ, അവരുടെ ഹൃദയത്തിലെ ഏറ്റവും വലിയ രാജകുമാരൻ ഞാനാ. അവരവരുടെ ജീവനക്കാർ എന്നെ സ്നേഹിക്കാറുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ കാണാതെ സ്നേഹിക്കുന്നവർ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹോദരന്മാരാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ തൃക്കരിപ്പൂര് തിരക്ക് മുഴുവനും മാറ്റിവെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം കേൾക്കാൻ ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള മുസ്ലിമേ, നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹോദരങ്ങളാ. നമ്മൾ കണ്ടില്ലെങ്കിലും, നമ്മൾ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടില്ലെങ്കിലും പടച്ചവനെ മനസ്സിന്റെ ഉള്ളിൽ കൊണ്ട് നടക്കുകയാണല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് കേൾക്കുമ്പോ അറിയാതെ സല്ലല്ലാഹു അലാ മുഹമ്മദ്, അറിയാതെ നമ്മുടെ നാവിന്റെ തുമ്പിലേക്ക് കടന്നു വരികയാ. സ്നേഹമെന്ന് പറഞ്ഞാൽ അങ്ങനാ, സ്നേഹമെന്ന് പറഞ്ഞാൽ അങ്ങനാ.